ഹായ് ഹലോ. ഇന്ന് നാലാമത്തെ ദിവസമാണ്. ഇന്ന് കുറേ പേരുടെ ഗ്രാഫ് മുന്നോട്ട് കയറിയാണ് നിൽക്കുന്നത്. അതാരുടെയൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം. ആദ്യം തന്നെ നമ്മുടെ അക്ബർ ഖാൻ്റെ. അക്ബർ ഖാൻ ഇന്നൊരു രക്ഷയില്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നെ രണ്ടാമതായി ബിന്നിയുടെ. ഓക്കെ, പുള്ളിക്കാരി അത്യാവശ്യം നമ്മുടെ ഡോക്ടർ ബിന്നിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലേഡി പ്ലെയർ എന്നുള്ള രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ നമ്മുടെ ബിൻസി, ഷാനവാസ് ഖാനെ ഞെട്ടിച്ച ബിൻസി. പിന്നെ നാലാമതായി ആര്യൻ, അഞ്ചാമതായി ജിസേൽ, ആറാമതായിട്ട് നമ്മുടെ അപ്പാണി ശരത്ത്, ഏഴാമതായിട്ട് അഭിലാഷ്. ഓക്കെ, ഇത്രയും പേരാണ് ഉള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇടിവ് വന്നേക്കുന്നത് ഷാനവാസ് ഖായ്ക്കാണ്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡേ 2 നടന്ന എവിക്ഷൻ ടാസ്കിൽ കുറേ മരുന്ന് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പിന്നെ ഉറങ്ങണം, ബാക്കി എല്ലാവരും എന്നെയാണ്, അതായത് അപ്പാണി ശരത്തും ഗ്യാങ്ങും എന്നെയാണ് നോട്ട വിട്ടേക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ പുറത്ത് ഒരു ഗ്യാങ് ഫോം ചെയ്തിട്ട് അവരൊക്കെ ഉറങ്ങാതിരിക്കുകയും ഷാനവാസ് ഖാൻ അന്ന് നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പം, അതായത് ഇന്ന് ഹൗസിലേക്ക് തിരിച്ചു കയറാനിടയായി. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്ബർ ഖാന് സ്റ്റോൺ കിട്ടി. അത് പ്രകാരം അദ്ദേഹത്തിന് പിന്നെ ഒരാളെ അകത്തേക്ക് വിളിക്കാനും ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റി. ഷാനവാസ് ഖാനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഷാനവാസ് ഖാൻ അക്ബർ ഖാനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ എന്നെ അകത്തേക്ക് കൊണ്ടുവന്നത്. ആ ചർച്ചയിൽ ഷാനവാസ് ഖാൻ പറയുകയാണ്, ഞാൻ ആദ്യത്തെ ദിവസം കിടന്നുറങ്ങിയിട്ടേ ഇല്ല, അതെൻ്റെ ഗെയിമായിരുന്നു, അന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന്. അപ്പം അന്ന് ബാക്കി ഷാനവാസ് ഖാൻ്റെ ചുറ്റും ഇരുന്ന സ്ത്രീകൾ മണ്ടന്മാരായി. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹവും കിടന്നുറങ്ങുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങാൻ അവസരം കിട്ടിയേനെ. അതും പറയാതെ പുള്ളി കിടക്കുകയും ചെയ്തു, ബാക്കിയുള്ളവരെ ഉറക്കിയില്ല. ഈ ഒരു ഫ്രസ്ട്രേഷനായിരുന്നു ഇന്ന് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പം ഏകദേശം ഷാനവാസ് ഖാൻ്റെ ചീട്ട് കീറിയിരിക്കുകയാണ്. അത് പുള്ളിയുടെ ഗെയിം എന്ന് പറയാൻ പറ്റില്ല, ഫേക്ക്നെസ് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒന്നല്ലെങ്കിൽ പറയാമായിരുന്നു, ഞാൻ കിടന്നുറങ്ങുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങിക്കോളൂ, ഞാൻ എണീറ്റ് എന്നുള്ളത്. അതിലൊരു മാന്യതയുണ്ട്. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിൽ അവരെയും കൊണ്ടെത്തിച്ചു. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഉറക്കവും വരുന്നുണ്ട്. അപ്പം ജെനുവിനായിട്ട് കളിക്കുന്നവരിൽ ഒരു എന്താ പറയുക, ഒരു കറുത്ത മഷി ഉരുണ്ടതുപോലെ തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ഷാനവാസ് ഖാൻ ഗ്രാഫ് താഴേക്ക് പോകാനാണ് ചാൻസ്. പിന്നെ എന്തുകൊണ്ട് അക്ബർ ഖാൻ ഗെയിം കളിക്കുന്നതിൽ, നല്ല ചിന്തിച്ച് ഗെയിം കളിക്കുന്നതിൽ അക്ബർ ഖാൻ അടിപൊളിയാണ്. അദ്ദേഹം എന്താണ്, ഇന്നൊരു വീക്കിലി ടാസ്കിൻ്റെ ഫൈനലായിരുന്നു, അതിലെന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഉള്ളിൽ കാണാം പിന്നെ ഒരു ദ്വാരമുണ്ട്, അതിൽ കൂടെ കൈ ഇട്ടിട്ട് വേണം എടുക്കാൻ. അദ്ദേഹം ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 4 ഭാഗത്തു നിന്നും കൈയിടാം. ഓക്കെ, അപ്പോൾ 2 പ്ലെയറാണ് മത്സരിച്ചത്, ആര്യനും അക്ബർ ഖാൻ. അപ്പം ആ ആര്യൻ്റെ ഭാഗത്തുള്ളതെല്ലാം കൂടെ അക്ബറുടെ സൈഡിലേക്ക് ആക്കി എടുക്കാൻ തുടങ്ങി. പക്ഷേ ആര്യൻ ഫിസിക്കലി സ്ട്രോങ് ആണ്, പക്ഷേ മെൻ്റലി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്ബർ ഖാന് കൂടുതൽ പോയിന്റ്സ് കിട്ടുകയും അക്ബർ ഖാൻ വിജയിക്കുകയുമാണ് ചെയ്തത്. ഓക്കെ, അപ്പം ചിന്തിച്ച് ഗെയിം കളിക്കുന്നവരിൽ ഒന്ന് മെയിനായിട്ട് പറയേണ്ടത് അക്ബർ ഖാനും പിന്നെ അഭിലാഷും ഉണ്ട്. അഭിലാഷും ചിന്തിച്ച് കളിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരന് അത്ര വിജയിക്കാനായില്ല. ഓക്കെ, അപ്പം അക്ബർ ഖാനാണ്. പിന്നെ കൂടാതെ കോൺവേഴ്സേഷൻസിൽ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കാൻ, അത്യാവശ്യം നല്ല രീതിയിലായിട്ടില്ല, അത്യാവശ്യം മൈൻഡ് ഗെയിം കളിക്കാൻ അക്ബർ ഖാന് കഴിയുന്നുണ്ട്. ഇനി ഓക്കെ, ഒരു ലേഡി പ്ലെയർ എന്നോണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബിന്നിയാണ്. വേറെ ആർക്കും ആ ഒരു ഇങ്ങനെ ചിന്തിച്ച് കളിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വാഗ്വാദത്തിലൂടെ ഒരാളെ അടിച്ചു വീഴ്ത്താൻ, അതായത് പിന്നെ സൂത്രത്തിൽ അല്ലെങ്കിൽ ഇവർ ഇന്നതൊക്കെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് അടിച്ചു വീഴ്ത്താൻ വേറെ ആരെയും കണ്ടിട്ടില്ല. ബിന്നിക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ബിൻസി, ബിൻസി. ജെയുടെ ശരിക്കുള്ള മുഖം കണ്ടത് ഇന്നാണ്. അതും ഷാനവാസ്കായിട്ട് നല്ല പൊരിഞ്ഞ വഴക്ക് നടന്നപ്പോൾ. അപ്പം ബിൻസിയും ഇനി തൊട്ട് കുറച്ചൊരു ആക്റ്റീവായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്തത് ആര്യനാണ്. ആര്യൻ്റെ ക്യാരക്ടർ ഇന്ന് കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ ആരെങ്കിലുമൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ, ചിലപ്പം ടാക്ടിക്സ് ആയിരിക്കാം, എല്ലാവരുമായിട്ടൊരു ചാമിങ് എൻവിറോൺമെൻറ്റ് സൃഷ്ടിച്ചതിന് ശേഷമാണ് പുള്ളി കളിക്കുന്നത്. പിന്നെ കൂടാതെ ഫിസിക്കൽ ഗെയിമിലും ആ ഒരു ഗ്ലാമറൊക്കെ വെച്ചിട്ടാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ജിസൈൽ നല്ല നല്ല രസമാണ് കൗണ്ടറൊക്കെ അടിക്കുന്നത് കേൾക്കാൻ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ പുള്ളിക്കാരി ഇന്ന് അക്ബർക്ക് ആയിട്ടൊക്കെ കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ രസകരമായിരുന്നു. ശരത്താണ് ഇനി. ശരത്തിൻ്റെ ഗ്രാഫ് കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട്. കാര്യം പുള്ളിക്കാരന് ചെറിയൊരു പേടിയും ടെൻഷനും എവിടെയൊക്കെയോ എന്തൊക്കെയോ പോലെ. പക്ഷേ ഇനി ഉയർന്നു വരാവുന്നേ. പക്ഷേ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ എന്തായാലും അക്ബർ ഖാനാണ് ടോപ്പിൽ. അതിനുശേഷമേ പിന്നെ അപ്പാണി ശരത്ത് വരികയുള്ളൂ. അവരിങ്ങനെ മാറി മറിഞ്ഞും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ പോവും എന്ന് നമുക്ക് നോക്കാം.
ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രാഫ് ഇടിഞ്ഞിരിക്കുന്നത് ഷാനവാസ് ഖാൻ്റെയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഫേക്ക്നെസ് ആണ്, പുള്ളിക്കാരൻ്റെ ഫേക്ക് ഗെയിമാണ്. അതിന്ന് തുറന്ന് കാട്ടിയിട്ടുണ്ട് എല്ലാവരും കൂടെ. അത് പുള്ളിക്കാരൻ തന്നെ ഇട്ട് കൊടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. താങ്ക് യു.